വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിലകൊള്ളുന്ന LDF UDF എംപിമാർക്കെതിരെ BJP സംഘടിപ്പിച്ച മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. വരും ദിവസങ്ങളിലും കേരളത്തിലെ ഇടതു വലത് എംപിമാർക്കെതിരെ കൂടുതൽ സമരങ്ങൾ സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിലപാടെടുത്ത ഇടതു വലതു മുന്നണികളോടുള്ള പൊതുജനങ്ങളുടെ വികാരം ബോധ്യപ്പെടുത്തുന്നതായിരുന്നു BJPയുടെ പ്രതിഷേധം. മലബാറിലെ വിവിധ എംപിമാരുടെ ഓഫീസുകളിലേക്ക് നടത്തിയ മാർച്ചിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കോഴിക്കോട് MP MK രാഘവന്റെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി ബിൽ ഏതെങ്കിലും മതത്തിനെതിരാണെന്ന് തെളിയിക്കാൻ കോൺഗ്രസിനോ CPM-നോ സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇവർ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹത്തിനൊപ്പം നിൽക്കാത്തതെന്നും MT രമേശ് വിമർശിച്ചു. ഇത് സ്വത്ത് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമമാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഏതെങ്കിലും ആരാധനാക്രമത്തിൽ ഈ ബില്ല് കൈവെക്കുന്നില്ല. മുസ്ലിം സമൂഹത്തിന്റെ ഏതെങ്കിലും വ്യക്തി നിയമത്തിന് ഈ ബില്ല് കൈവെക്കുന്നില്ല. ഇതാകെയുള്ളത് വഖഫിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്വത്തിനെ സംബന്ധിച്ച് രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കേസുകൾ ഒത്തുതീർപ്പാക്കണമെന്ന് മാത്രമേ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇന്ത്യയിൽ എവിടെയെങ്കിലും വഖഫോട് കയ്യേറിയിട്ടുള്ള ഭൂമി മുസ്ലിം സമൂഹത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ? അതെല്ലാം സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് വിനിയോഗിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള K സുധാകരൻ MPയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഓഫീസ് പരിസരത്ത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കുറെ സ്ഥാപിത താല്പര്യക്കാരായ ആളുകൾ പൗരോഹിത്യത്തിന്റെ ചെരുപ്പ് നക്കി നടക്കുന്ന കുറെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ഈ ബില്ലിനെ എതിർക്കുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ചില മതവിഭാഗങ്ങളെ വോട്ടിനു വേണ്ടി പ്രേരിപ്പിക്കാനുള്ള നിരവധി നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു. കാടത്ത നിയമങ്ങൾ നമുക്കറിയാം. മുനമ്പം വിഷയം, മുനമ്പത്തെ ജനങ്ങൾ സമരം തുടങ്ങിയ സമയത്താണ് എന്താണ് വഖഫ് ബില്ല് എന്നുള്ളത് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത്. നമ്മളെല്ലാം വിചാരിച്ചു വഖഫ് ബോർഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വഖഫ് ബോർഡ് എന്നുള്ളത് മുസ്ലിം ജനവിഭാഗത്തിന്റെ ക്ഷേമം അന്വേഷിക്കുന്ന, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ബോർഡായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിന് പിന്നിലെ, വഖഫ് ബില്ലിന് പിന്നിലെ കോൺഗ്രസ് 95-ലും 2003-ലും പാസാക്കിയ വഖഫ് ബില്ലിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വിപത്തിനെ കുറിച്ച് ഞാനും നിങ്ങളും ഒന്നും പറഞ്ഞില്ല. മലപ്പുറത്തു നിന്നുള്ള എംപിമാരായ ET മുഹമ്മദ് ബഷീർ, MP അബ്ദുൾ സമദ് സമദാനി എന്നിവരുടെ ഓഫീസിന് മുന്നിലേക്കും BJP പ്രതിഷേധം നടത്തി. തിരൂരിൽ നടന്ന മാർച്ച് BJP സംസ്ഥാന സമിതി അംഗം V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, മലപ്പുറത്ത് സംസ്ഥാന സമിതി അംഗമായ K നാരായണൻ മാസ്റ്റർ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. സംസ്ഥാന സെക്രട്ടറി K ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. UPA സർക്കാരാണ് വഖഫ് നിയമത്തെ സാധാരണക്കാരുടെ ഭൂമി കവരുന്ന വിധത്തിൽ അപകടകരമാക്കിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് BJP നേതൃത്വം നൽകുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കോഴിക്കോട്.